മല്ലീശ്വരിയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ആദിവാസിക്ക് വേണ്ടി പോലീസും സർവേയറും എത്തി ഭൂമി അളക്കുന്നത്. അതൊരു പുതിയ മാതൃകയാണ്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ നഞ്ചിയമ്മയുടെ കേസിൽ നിന്നാണ്. നഞ്ചിയമ്മയുടെ പോരാട്ടം അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് പുറത്തു വന്നത് അട്ടപ്പാടിയെ ഇളക്കിയിട്ട് ഒരു അവകാശവുമില്ലാത്ത ഭൂമി വിൽപ്പന നടത്തി കിട്ടുന്ന പൈസയെന്ന് കുറച്ച് പൊളിറ്റിക്കൽ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിലും കൊടുക്കാൻ കഴിഞ്ഞാൽ എല്ലാം സുതാര്യമായി കഴിയുന്ന ഒരവസ്ഥ അട്ടപ്പാടിയിലുണ്ട്. അത് കേരളത്തിൽ അട്ടപ്പാടിയിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് CPI എന്ന പാർട്ടിക്കും ആ പാർട്ടിയുടെ നേതാക്കൾക്കും ഇതിൽ വലിയ ബന്ധമുണ്ട് എന്നാണ്. 96 അവതരിപ്പിച്ച ബില്ലിൽ 1 ഹെക്ടർ ആയിരുന്നു, എന്ന് വെച്ചാൽ 2.5 ഏക്കർ ആയിരുന്നു നാമമാത്ര കർഷകൻ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്. 3 കൊല്ലം കഴിഞ്ഞപ്പം KM മാണി പറഞ്ഞു 5 ഏക്കർ ആക്കണം, 2 ഹെക്ടർ ആക്കണം, കർഷകൻ എന്നാൽ 5 ഏക്കർ വേണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആദിവാസിക്ക് 5 ഏക്കർ എന്തിനും ചോദിക്കുന്ന അതേ പൊതുസമൂഹമാണ് ഞങ്ങൾക്ക് 5 ഏക്കർ വേണമെന്ന് പറഞ്ഞത്. ഈ 6.5 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന മല്ലീശ്വരി പറയാണ് 3.5 ഏക്കർ ആരും കയ്യേറിയിട്ടില്ല, അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. പക്ഷേ കയ്യേറിയവർ പറയുന്നത് എന്താ പറയാ, ഈ 3.5 ഏക്കറും കൂടി ഞങ്ങൾക്ക് വേണം, വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഇത് ആധുനിക മനുഷ്യനും ആദിവാസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ആദിവാസിയുടെ ഭൂമിയെ ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനുള്ളൊരു നിലപാട് എനിക്ക് തോന്നിയത്, എന്തിനാണ് ഇപ്പം ഭൂരഹിതരായ മറ്റു വിഭാഗത്തിലെ ആളുകളുടെ 5 സെന്റിനും 10 സെന്റിനും വേണ്ടി സമരം ചെയ്യുമ്പോൾ 5 ഏക്കർ ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ 1 ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് വേണ്ടി ആദിവാസി എന്തിനാണ് സമരം ചെയ്യുന്നത്? അപ്പൊ അതും ഇത്രയും നല്ല ഭൂമി, വളരെ നിക്ഷിപ്ത ഭൂമി ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആദിവാസികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും നല്ല ഭൂമി എന്തിനാണ് ആദിവാസിക്ക് കൊടുക്കുന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ആദിവാസികൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് അംഗീകരിക്കാൻ, അത് ഭരണഘടന അംഗീകരിക്കുന്നതാണെന്നും നിയമം അനുശാസിക്കുന്നതാണെന്നും അംഗീകരിക്കാൻ ഇപ്പോഴും സമൂഹം തയ്യാറായിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അത് അട്ടപ്പാടിയുടെ മാത്രം എടുത്തു കഴിഞ്ഞാല് ഒരു 60കളിലെ അട്ടപ്പാടിയെ കുറിച്ച് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കാർഷിക വിഭവങ്ങൾ കയറ്റി വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. കരിമ്പ് കൃഷി ഭയങ്കരമായിട്ടുണ്ട്. കരിമ്പ് ആട്ടി പഞ്ചസാര ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ്. കടല കൃഷിക്ക് വലിയാണ്. കടുക് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലത്തിനാണ് കടുകുമണ്ണ എന്ന പേര് വന്നത്. അങ്ങനെ ഒരു കാർഷിക സമ്പന്നമായ സ്ഥലമായിരുന്നു അട്ടപ്പാടി. അതായത് തമിഴ് ആളുകളും വന്ന് കൃഷി ചെയ്തിരുന്നു, പാട്ടത്തിനെടുത്ത് ചെയ്തിരുന്നു. ഇപ്പോഴും വാഴക്കൃഷിയൊക്കെ 1000 വാഴ വയ്ക്കുന്ന ആദിവാസിയുണ്ട്, ഏത്തവാഴ 1000. പക്ഷെ ഇപ്പോൾ ആന ഇറങ്ങുന്നതാണ് അവർക്ക് വലിയ ശല്യം. ഫെൻസിങ് ഇട്ടാൽ അട്ടപ്പാടി വലിയ തോതിൽ കൃഷി ആദിവാസിക്കും ചെയ്യാം. അപ്പോൾ ആദിവാസി ഭൂമി ചോദിക്കുന്നത് ജീവിക്കാനല്ല, നമ്മളെ തീറ്റാനാണ്. നിങ്ങൾക്ക് നല്ല ആഹാരം തരാൻ, നിങ്ങൾക്ക് നല്ല ധാന്യം തരാൻ, നിങ്ങൾക്ക് നല്ല പഴവർഗ്ഗങ്ങൾ തരാൻ, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആദിവാസിക്ക് കഴിയും. മലയാളിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആദിവാസിക്ക് കഴിയും. ഇപ്പം റാഗി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അട്ടപ്പാടി, അല്ലേ? റാഗി അടക്കമുള്ള മില്ലറ്റുകൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ കേന്ദ്രമാണ് അട്ടപ്പാടി. ചെറുനാരങ്ങ വലിയ തോതിൽ വിളയുന്ന സ്ഥലമാണ് അട്ടപ്പാടി. അറിവുള്ള ആളുകളും കൂടി അല്ല, അതിൽ പാരമ്പര്യമായ അറിവുണ്ട്. ഈ പാരമ്പര്യമായ അറിവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക സാധ്യത കൂടി വിനിയോഗിച്ച് ഒന്നിച്ച് ഒരു സംയോജനം നടത്തി കഴിഞ്ഞാൽ അട്ടപ്പാടി ഒരു വലിയ കാർഷിക മേഖലയായി വികസിക്കും. കേരളത്തിന് ആവശ്യമായ വലിയ തോതിലുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും തരാൻ കഴിയുന്ന ഒരു വലിയ കേന്ദ്രമായി അട്ടപ്പാടിയെ മാറ്റിയെടുക്കാം. അട്ടപ്പാടിയിലെ ആദിവാസികളും സമ്പന്നരാകും, നമ്മുടെ ആരോഗ്യവും നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തിരിച്ചറിവ് ഇപ്പൊ ഇന്ദിരാദേവിയെ പോലെയുള്ള കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതിന് ഒരുപക്ഷെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയാനന്ദ് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഉദാഹരണത്തിന് അട്ടപ്പാടിയിൽ ഇന്ന് ഏറ്റവും നാശോന്മുഖമായി കിടക്കുന്ന 1.5 കോടി രൂപ വർഷം സർക്കാർ നശിപ്പിച്ച് കളയുന്ന ഫാമുകളുണ്ട്. 4-5 ഫാം, വട്ടലക്കി, ചിണ്ടക്കി, പോത്തുപാടി, വരടിമല ഫാമുകളൊക്കെ ഉണ്ട്. ഈ ഫാമുകൾ ശാസ്ത്രീയമായി അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷിത്തോട്ടങ്ങളാക്കി മാറ്റിയാൽ സാധ്യമാണ്. വലിയ ലാഭം കൊയ്തിരുന്ന 90കളിൽ വലിയ ലാഭം കൊയ്തിരുന്ന ഫാമുകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെരുമ്പാവൂരിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് ഈ ഫാമുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോകുമ്പോൾ
ആ ഫാമിന് വലിയ ലാഭമുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോയതിന് ശേഷമാണ് ഫാം തകർന്നതെന്നാണ്. എന്നുവെച്ചാൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇതിൽ വലിയ, അയാൾ മോഷ്ടാവല്ലെങ്കിൽ കള്ളനല്ലെങ്കിൽ ഈ ഫാമുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ആദിവാസികൾക്ക് ശമ്പളം കിട്ടും, അവർക്ക് വരുമാനം ഉണ്ടാകും, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞേക്കും, സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ അട്ടപ്പാടിയിൽ ഉയർന്നു വരാം. പക്ഷെ ഇതൊന്നും നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിലില്ല. സർക്കാർ ഇന്ന് അട്ടപ്പാടിയിലെ ഭൂമി ഏതാണ്ട് മറ്റ് ജില്ലകളിലുള്ളവർക്ക് കയ്യേറാനുള്ള വഴിയൊരുക്കുകയാണ്. ആ വഴി സുതാര്യമായി കിടക്കുകയാണ്. ഇപ്പം ഏറ്റവും അവസാനം നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു ഉദാഹരണം, കോഴിക്കോടുള്ള രാധാകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാളിന് അഗളിയിൽ 4-5 ഏക്കർ ഭൂമിയുണ്ട്, ആധാരമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാരണം മല്ലീശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പരാതിയായിട്ട് എത്തുന്നു. അവരുടെ അപ്പൂപ്പൻ്റെ പേരിൽ ഒരു 5-6 ഏക്കർ ഭൂമി അഗളി ടൗണിലുണ്ട്, അത് കയ്യേറിയിട്ടില്ലാത്ത ഭൂമി. അവരെഴുതി കൊടുക്കുന്ന പരാതി ഇങ്ങനെയാണ്: മറ്റാരെങ്കിലും കയ്യേറി താമസിക്കുന്നെങ്കിൽ അതെനിക്ക് വേണ്ട, അവശേഷിക്കുന്ന ഭൂമി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുന്നു. അപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. ഇവർ ഈ ഭൂമിയിൽ, മൈതാനം പോലെ കിടക്കുന്ന ഈ ഭൂമിയിൽ കയറി കുടിൽ വയ്ക്കുമ്പോൾ പഞ്ചായത്ത് ഇവരുടെ കുടിൽ പൊളിക്കാൻ രംഗത്ത് വരുന്നു. പോലീസിൽ പരാതി നൽകുന്നു. ഇവരുടെ പരാതി സ്വീകരിക്കാതെ പോലീസ് ഇവർക്കെതിരെ പരാതി സ്വീകരിച്ചിട്ട് ഇവർക്കെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു. എന്നിട്ട് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട്, വില്ലേജ് ഓഫീസർ വാക്കാൽ പറഞ്ഞു മല്ലീശ്ശേരിക്ക് ഭൂമിയില്ല, മല്ലീശ്ശേരിക്കോ മല്ലീശ്ശേരിയുടെ മുൻഗാമികൾക്കോ ഇവിടെ ഭൂമിയില്ല എന്ന് വില്ലേജ് ഓഫീസർ വാക്കാൽ പറഞ്ഞു എന്നാണ് DVSPയുടെ റിപ്പോർട്ട്. അങ്ങനെ മല്ലീശ്ശേരിക്കെതിരായ എല്ലാ റിപ്പോർട്ടുകളും മല്ലീശ്ശേരി A&B രജിസ്റ്റർ പോയി എടുത്തു. അപ്പോൾ പേര് പൊത്താന്നാണെന്ന് തോന്നുന്നത് അവരുടെ മുത്തച്ഛൻ്റെ പേര്. പൊത്തയുടെ പേരിൽ 5.5 ഏക്കറോ 6.5 ഏക്കറോ ഭൂമിയുള്ളതായി രജിസ്റ്റർ ഉണ്ട്. അതോടുകൂടി അതുവരെയുള്ള എല്ലാ വാദങ്ങളും അവസാനിച്ചു. കാരണം എന്ന് വെച്ചാൽ ഭൂമി ഉണ്ടല്ലോ, വേറെ ആരുടെയും പേരിലല്ല. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഭൂമി ആർക്കും കൈമാറ്റം ചെയ്തിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. ആരൊക്കെയോ വ്യാജരേഖ ഉണ്ടാക്കി കുറെ ഭൂമി തട്ടിയെടുത്തു. അവശേഷിക്കുന്ന അവരുടെ ഒരു നോട്ടത്തിൽ 3.5 ഏക്കർ ഇപ്പോഴും ആരുടെയും കൈവശത്തിലല്ല. കാരണം മറ്റുള്ളവരൊക്കെ വീട് വെച്ചൊക്കെ താമസിക്കുന്ന ആരുടെയും കയ്യിലല്ല. ഈ 3.5 ഏക്കറെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കളക്ടർക്ക്, അത് കഴിഞ്ഞ് സബ് കളക്ടറുടെ മുന്നിലെത്തി. സബ് കളക്ടർ വിചാരണയ്ക്ക് വിളിച്ചു. സബ് കളക്ടർക്ക് മനസ്സിലായി പൊത്തയുടെ പേരിൽ ഭൂമിയുണ്ട്. അപ്പം അളക്കാൻ സർവേയറെ വിടുന്നു. ജനം, അവിടെ താമസിക്കുന്നവരെല്ലാം കൂടി സർവേ സംഘത്തെ തടയുന്നു. എന്നിട്ട് തഹസീൽദാരെ ബന്ദിയാക്കുന്നു. എന്ന് വെച്ചാൽ ഹരാവോ തഹസീൽദാർ ഓഫീസിൽ ഞങ്ങളെ കുടിയിറക്കാൻ പറ്റില്ല, മല്ലീശ്ശേരിയുടെ വീട് പൊളിക്കണം. അപ്പോൾ സബ് കളക്ടർ വീണ്ടും ഹിയറിങ്ങിന് വിളിച്ചു. സബ് കളക്ടർ പറഞ്ഞു ഭൂമി അളന്നേ പറ്റൂ, ഹൈക്കോടതി ഉത്തരവാ. അതുവരെ മല്ലീശ്ശേരിക്കെതിരായി നിന്ന പോലീസും സർവേ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചെല്ലുമ്പം ജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനം 10-15 കുടുംബം വരാം, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി അളന്നേ പറ്റൂ, കോടതി ഉത്തരവ്, അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു. പോലീസ് മാറി നിൽക്കാൻ പറഞ്ഞപ്പം പിന്നീട് രക്ഷയില്ലല്ലോ. മല്ലീശ്ശേരി ഒറ്റയ്ക്കേ ഉള്ളൂ, ബന്ധുക്കൾ ആരും വന്നില്ല. തല്ലുവെന്ന് പേടിയുണ്ടാ, ഒരാളും വന്നില്ല. ഞാൻ അതിന്റെ വീഡിയോ കണ്ടാൽ ചിരിച്ചു പോകും. മല്ലീശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ കയ്യിലുള്ള രേഖകളുടെ പകർപ്പുമായിട്ട് ഈ പോലീസിന്റെയും ജനത്തിന്റെയും മുന്നിൽ നിൽക്കുകയാണ്. ഭൂമി അളന്നു. 3.5 ഏക്കറോളം ഭൂമി ആരുടെയും കൈവശമല്ലെന്ന് തെളിഞ്ഞു. പക്ഷെ അന്നേരം കോഴിക്കോട്ടുകാരൻ ഒരു രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മകൻ എത്തിയിരിക്കുന്നു. അവർക്ക് പൊത്ത പണ്ട് ഈ ഭൂമി വിലയാധാരം നൽകി എന്ന് പറഞ്ഞൊരു ആധാരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഈ കോഴിക്കോട്ടുകാരൻ എങ്ങനെയാണ് അഗളിയിൽ ഭൂമി വാങ്ങുക എന്ന് നമുക്കിപ്പോഴും ഒരു ആലോചിച്ചാൽ മറുപടി കിട്ടാത്ത ഒന്നാണ്. ഇങ്ങനെ ഈ ആധാരം ഒരുപക്ഷെ ഇയാളിൽ നിന്നും മറ്റോ ആർക്കെങ്കിലും വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ആധാരമായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും മല്ലീശ്ശേരി ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്, വീട് വെച്ച് താമസിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് അവർക്ക് ഭൂമി കിട്ടിയിട്ടില്ല, എന്ന് വെച്ചാൽ നികുതി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മല്ലീശ്ശേരിയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ആദിവാസിക്ക് വേണ്ടി പോലീസും സർവേയറും എത്തി ഭൂമി അളക്കുന്നത്. അതൊരു പുതിയ മാതൃകയാണ്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ നഞ്ചിയമ്മയുടെ കേസിൽ നിന്നാണ്. മല്ലീശ്ശേരി നഞ്ചിയമ്മയൊക്കെ ഏതാണ്ട് തൊട്ട് അടുത്ത് താമസിക്കുന്നവരെ. ഈ നഞ്ചിയമ്മയുടെ പോരാട്ടം അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് പുറത്തു വന്നത് അട്ടപ്പാടിയെ ഇളക്കിയിട്ടുണ്ട്. കാരണം
നഞ്ചിയമ്മയുടെ ഭൂമിയിൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി അനുമതി നേടിയിരുന്നു. ആ ഭൂമിയാണ് തിരിച്ചു പിടിക്കാൻ ഒരു പോരാട്ടം നടത്തി. ഭൂമി കയ്യിലെത്തിയില്ല എങ്കിലും ഭൂമി വിട്ടുപോകില്ല എന്നുള്ളൊരവസ്ഥ എത്തിയിട്ടുണ്ട്. നഞ്ചിയമ്മയ്ക്ക് ഭൂമി നഷ്ടപ്പെടില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള പോരാട്ടം അട്ടപ്പാടിയെ മുഴുവനും ഇളക്കിയിട്ടുണ്ട്. ഈ മല്ലീശ്ശേരി വന്നു, മൂലകങ്കൽ ആളുകൾ വരുന്നു, ആദിവാസികളുടെ ഇടയിൽ നിന്ന് വലിയ തോതിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദിവാസി ഭൂമി ചോദിച്ചു തുടങ്ങുന്നു, നിങ്ങളെ കൂടി, നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ആഹാരം നൽകാൻ കൂടിയിട്ടാണ് അവർ വാദിക്കുന്നത് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. അത് പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയുന്നില്ല, അല്ലേ? ഇവരുടെ ഭൂമിയിൽ നോട്ടമിട്ടിരിക്കുന്ന ആളുകളോടൊപ്പമാണ് മുഖ്യധാര പ്രസ്ഥാനം അല്ലെങ്കിൽ പാർട്ടികൾ എന്നതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. പ്രതിപക്ഷം പോലും മിണ്ടുന്നില്ല. കാരണം അട്ടപ്പാടിയിൽ CPM-ഉം കോൺഗ്രസും UDF-ഉം LDF-ഉം ഒന്നും ഇല്ല. കുടിയേറ്റത്തേക്കാൾ കയ്യേറ്റക്കാരുടെ ഒരു ലോബി മാത്രമേ ഉള്ളൂ. ആ ലോബി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിലക്കെടുത്തിരിക്കും. ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് അവിടുത്തെ ഒരു ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥൻ 35 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഒരു കേസിൽ. പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റിയില്ല, അത് തിരിച്ചു കൊടുത്തു. 35 ലക്ഷം രൂപയൊക്കെ കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ ഉദ്യോഗസ്ഥനാ, കളക്ടറോ സബ് കളക്ടറോ ഒന്നുമില്ല, അതിലും താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാ. വാങ്ങിയിട്ട് അത് നിയമപരമായി നടത്തിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്ത് കൈയൊഴിഞ്ഞു. അപ്പോൾ ഈ 575 കോടി രൂപയുടെ ഭൂമി വിൽപ്പന ഈ മൂപ്പൽ നായരുടെ കുടുംബം നടത്തി എന്ന് നമുക്ക് അനുമാനിച്ചാൽ 1 സെന്റിന് 1 ലക്ഷം വെച്ചിട്ടാണ്, അതിനും കൂടുതൽ വരാം. എത്ര കോടി രൂപ അവർക്ക് കൈക്കൂലി കൊടുക്കാൻ കഴിയും? കാരണം അവർക്ക് കിട്ടുന്ന വെറുതെ കിട്ടുന്ന ഒരു അവകാശവും ഇല്ലാത്ത ഭൂമി വിൽപ്പന നടത്തി കിട്ടുന്ന പൈസയെന്ന് കുറച്ച് പൊളിറ്റിക്കൽ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിലും കൊടുക്കാൻ കഴിഞ്ഞാൽ എല്ലാം സുതാര്യമായി കഴിയുന്ന ഒരവസ്ഥ അട്ടപ്പാടിയിലുണ്ട്. അത് കേരളത്തിൽ അട്ടപ്പാടിയിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് CPI എന്ന പാർട്ടിക്കും ആ പാർട്ടിയുടെ നേതാക്കൾക്കും ഇതിൽ വലിയ ബന്ധമുണ്ട് എന്നാണ്. ഞാൻ ബിനോയ് വിശ്വത്തെ നേരിട്ട് വിളിച്ചിരുന്നു. ഈ നഞ്ചിയമ്മയുടെ ഭൂമി കയ്യേറ്റം അടക്കമുള്ള വിഷയത്തിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് അട്ടപ്പാടിയെക്കുറിച്ച് എനിക്ക് സത്യം പറയാൻ കഴിയില്ല എന്നാണ്. എന്നുവെച്ചാൽ ബിനോയ് വിശ്വത്തിനറിയാം, രാജൻ അവിടുത്തെ ഒരു പാർട്ടി സമ്മേളനത്തിൽ സംസാരിച്ചതായിട്ട് അവിടെ പാർട്ടി അണികളിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, ആദിവാസികൾ കോടതിയിൽ പോയുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്. കാരണം കോടതിയിൽ ആദിവാസികൾ ഇറങ്ങി തുടങ്ങി നിയമപരമായി അവർക്ക് പരിരക്ഷ കിട്ടും എന്ന് മന്ത്രി തന്നെ തിരിച്ചറിയുന്നു. ഏതായാലും ഇടതുപക്ഷ കാലത്താണ് അട്ടപ്പാടിയിൽ എല്ലാ ഭൂമി അട്ടിമറികളും നടന്നതെന്ന് കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. K. ഇസ്മയിലിന്റെ കാലത്താണ് 99 നിയമം പാസ്സാക്കുന്നത്. 96 നിയമം പാസ്സാക്കുന്നു, പ്രസിഡന്റ് തിരിച്ചയക്കുന്നു, 99 നിയമം പാസ്സാക്കുന്നു. ഏതാണ്ട് അന്ന് കൊടുത്ത ഒരു പട്ടയത്തിനും, ഇസ്മയിൽ പട്ടയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഒരു പട്ടയത്തിനും കടലാസ് അല്ലാതെ ഭൂമി കിട്ടിയിട്ടില്ല. അടുത്ത UDF കാലത്ത് കാര്യങ്ങൾ കാറ്റാടിയടക്കം വന്നു, ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് വരുന്ന റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനായിരുന്നു. E. ചന്ദ്രശേഖരനും പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഈ 2 കൂട്ടരും കൂടി വിതരണം ചെയ്തത് 1938 പട്ടയം വരും എന്നാണ് കണക്ക്. E. ചന്ദ്രശേഖരൻ കൊടുത്ത പട്ടയങ്ങൾക്കും കടലാസ് പട്ടയമാണ്, ഭൂമി കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ വാർത്തയെ തുടർന്ന് സബ് കളക്ടർ ഈ സർവേ നമ്പറിലെ ഭൂമിയെല്ലാം പോയി പരിശോധിച്ചെന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഭൂമി എവിടെയാണെന്ന്. കുറേയൊക്കെ കയ്യേറിപ്പോയി. ആരുടെയൊക്കെ കയ്യിലായി ഈ പട്ടയം കൊടുത്ത, ആദിവാസിക്ക് പട്ടയം കൊടുത്ത ഭൂമിക്ക് ആരുടെയൊക്കെ കൈവശമായി. ഈ 5 വർഷം K. രാജൻ്റെതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണ് ഈ 5 വർഷം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രത്തോളം രജിസ്ട്രേഷൻ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്നിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂമി കുംഭകോണമാണ് നടന്നിരിക്കുന്നത്. റവന്യൂ മന്ത്രി ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത്, ആദിവാസികൾക്ക് അവരുടെ നിലയിൽ നിയമ പോരാട്ടം നടത്താനോ സമരം നടത്താനോ ഒക്കെ ഉള്ള ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതിന് ഒരുപക്ഷെ പൊതുസമൂഹത്തിന്റെ
അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെയോ മറ്റോ ഒരു പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് വരാനും കൂടുതൽ ഊർജ്ജസ്വലതയോടു കൂടി ഈ സമരം നടത്താനോ അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്താനും കഴിയും. പക്ഷെ സുകുമാരേട്ടനെ പോലെയുള്ള അത്തരം പ്രവർത്തകർ ആദിവാസികളിൽ അട്ടപ്പാടിയിൽ പ്രത്യേകിച്ച് കുറവുള്ളത് ഒരു പ്രശ്നമല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈക്കോടതിയിൽ, കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു 1000-2000 രൂപ വാങ്ങി അല്ലെങ്കിൽ ഒരു 5000 രൂപ വാങ്ങി ആദിവാസികളുടെ കേസ് ഏറ്റെടുക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള 1-2 വക്കീലന്മാർ തയ്യാറായാൽ പോലും കാര്യങ്ങൾ മാറും. മുമ്പ് നമുക്ക് നിയമവേദിയൊക്കെ ഉണ്ടായിരുന്നു, എക്സ് വർഗീസിൻ്റെയൊക്കെ. ആ നിയമവേദിയൊക്കെ പല വിഷയങ്ങളിലും പൊതു താല്പര്യ ഹർജിയായിട്ട് മുന്നോട്ട് പോയിരുന്നു. ആദിവാസികൾ വക്കാലത്ത് വന്ന് ഒപ്പിട്ട് കൊടുക്കാനൊക്കെ തയ്യാറാണ്. അവര് പൈസ ഇല്ല അവരുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴും പരസ്യമായി പറയുകയാണ്, ഏതെങ്കിലും വക്കീലന്മാർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ആദിവാസി വിഷയത്തിൽ ആദിവാസികൾ ഒരു 100 കേസ് കൊടുക്കാൻ ആളുണ്ടാകും, അതല്ലെങ്കിൽ പൊതു താല്പര്യം വെച്ചിട്ട് കൊടുക്കാനുണ്ടാവും. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത വക്കീലന്മാരില്ലാത്ത ഒരു ലോകമായി കേരളം മാറിയതാണ്. ഒരുപക്ഷെ നിയമപരമായി ഇവർക്ക് ഇപ്പം ലീഗൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനമുണ്ട് സർക്കാരിന് തന്നെ. ആ വക്കീലന്മാരൊന്നും ഇതുവരെ ആദിവാസി കേസ് ഗൗരവപൂർവ്വം പരിഗണിച്ചതായി എനിക്കറിയില്ല. കാരണം പെരുമാൾ എന്ന് പറയുന്ന ഒരാളുടെ ഭൂമിയുടെ വിഷയം ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന വക്കീലാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പെരുമാളിന് പോലീസ് അകമ്പടിയോടെ അദ്ദേഹത്തിൻ്റെ ഭൂമി കയ്യേറിയവർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഉണ്ണി നമ്പൂതിരിയെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം 75-ലെ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് 1975-ലെ നിയമം അനുസരിച്ച് ഭൂമി തിരിച്ചു കൊടുക്കണമെന്നാണ്. 75-ലെ നിയമം റദ്ദാക്കപ്പെട്ടു. അതിന്റെ ചില ഘടകങ്ങൾ മാത്രമേ നിലനിൽക്കൂ. കൃഷിഭൂമിയാണെങ്കിൽ ആദിവാസിക്ക് നിലനിർത്താം. കൃഷിഭൂമിയാണ് എന്ന് പറയുമ്പോൾ അവിടെയും പ്രശ്നം വരും. നാമമാത്ര കർഷകനാണല്ലോ ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടത്. നമ്മുടെ ഇപ്പം 75-ലെയും 90-ലെയും നിയമത്തിന്റെ ഒരു പ്രശ്നം, 99-ലെയും നിയമത്തിന്റെ ഒരു പ്രശ്നം, 75 ആദിവാസി ഭൂമി സംബന്ധിച്ചാണ് നിയമം ഉണ്ടായത്. മറ്റേതിന്റെ ടൈറ്റിൽ ആദിവാസി ഭൂമിയാണെങ്കിലും നാമമാത്ര കർഷകന് 5 ഏക്കർ വരെ കൈവശം വെച്ചിരിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നാമമാത്ര കർഷകൻ എന്ന് പറഞ്ഞപ്പം അന്ന് ഗൗരിയമ്മ പറഞ്ഞ അവസാനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കെ ഇസ്മയിലിനോട് പറഞ്ഞപ്പം ഗൗരിയമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ നിയമസഭാ രേഖ തന്നെ എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. എന്നുവെച്ചാൽ ആദ്യം 96-ൽ അവതരിപ്പിച്ച ബില്ലിൽ 1 ഹെക്ടർ ആയിരുന്നു, എന്ന് വെച്ചാൽ 2.5 ഏക്കർ ആയിരുന്നു നാമമാത്ര കർഷകൻ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്. 3 കൊല്ലം കഴിഞ്ഞപ്പം കെ എം മാണി പറഞ്ഞു 5 ഏക്കർ ആക്കണം, 2 ഹെക്ടർ ആക്കണം, കർഷകൻ എന്നാൽ 5 ഏക്കർ വേണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആദിവാസിക്ക് 5 ഏക്കർ എന്തിനെന്ന് ചോദിക്കുന്ന അതേ പൊതുസമൂഹമാണ് ഞങ്ങൾക്ക് 5 ഏക്കർ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ 5 ഏക്കറായി. 3 വർഷം കൊണ്ട്, എന്ന് വെച്ചാൽ അയ്യങ്കാളിപ്പട കളക്ടറെ ബന്ദിയാക്കിയില്ലായിരുന്നുവെങ്കിൽ, അതല്ല മറ്റേ നമ്മുടെ രാഷ്ട്രപതി തിരിച്ചയച്ചില്ലായിരുന്നുവെങ്കിൽ 2.5 ഏക്കറെ നഷ്ടപ്പെടുമായിരുന്നു, 1 ഹെക്ടർ. പക്ഷെ ഇത് രണ്ടും സംഭവിച്ച് അയ്യങ്കാളിപ്പട പറയുന്നു അവരാണ് ഈ നിയമം തന്നെ മാറ്റി മറിച്ചതെന്നാണ്. ഏതായാലും 5 ഏക്കറായി. ഇപ്പൊ ഗൗരിയമ്മ നിയമസഭയിൽ ഏറ്റവും അവസാനം ഈ നിയമമേ പറ്റില്ല എന്ന് പറഞ്ഞ ഗൗരിയമ്മ ഏറ്റവും അവസാനം ഒരു ഓപ്ഷൻ വെച്ചു, നമുക്ക് 50-50, 50% ആദിവാസിക്കും 50% കയ്യേറ്റക്കാരനും കൊടുക്കുക. എവിടെയാണെങ്കിലും 10 സെന്റ് കയ്യേറിയെങ്കിൽ 5 സെന്റ് ആദിവാസിക്ക് കൊടുക്കുക, 5 സെന്റ്. അപ്പം 2 പേരും കുടിയിറങ്ങേണ്ടി വരത്തില്ല, 2 പേർക്കും ഭൂമി കാര്യമായി നഷ്ടപ്പെടില്ല, കയ്യേറിയ ആളിന് നഷ്ടപരിഹാരവും കൊടുക്കണ്ട. പക്ഷെ അതും ഇസ്മയിലോ ഇടതുപക്ഷമോ അന്ന് അംഗീകരിച്ചില്ല. ഗൗരിയമ്മയുടെ ഓപ്ഷൻ നല്ല ഓപ്ഷനായിരുന്നു, 2 കൂട്ടരെയും പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഗൗരിയമ്മ വെച്ചത്. അതും അംഗീകരിച്ചില്ല. അതുകൊണ്ട് ആദിവാസിക്ക് ഈ 5 ഏക്കർ താഴെയുള്ള കംപ്ലീറ്റ്, കാരണം നിയമത്തിലെ ബാക്കി ഉപവകുപ്പുകളൊന്നും ആരും നോക്കില്ല, ഉദ്യോഗസ്ഥർ നോക്കുന്നത് 5 ഏക്കർ താഴെയാണോ എങ്കിൽ പോയി, ആദിവാസിക്ക് ഇല്ല. ഇപ്പൊ ഈ നമ്മുടെ നഞ്ചിയമ്മയുടെ കേസിലും അങ്ങനെയാണ്, 5 ഏക്കർ താഴെയാണോ എങ്കിൽ പിന്നെ നഞ്ചിയമ്മയ്ക്ക് കിട്ടില്ല. ഈ രീതിയിലാണ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എളുപ്പമായവർക്ക് ഈ 99 നിയമം നടപ്പാക്കാൻ 5 ഏക്കർ താഴെയാണ് ആദിവാസിക്ക് ഇല്ല. ഇനി 5 ഏക്കറിൽ കൂടുതലുണ്ടെങ്കിലും അതും ആദിവാസിക്ക് സാധ്യമല്ല, ഒരിടത്ത് പോലും തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പൊതുസമൂഹവും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ആദിവാസിക്ക് എന്തിന് ഭൂമി, അവന് ദരിദ്രനായി. ഇത് ഇപ്പോഴത്തെ അവസ്ഥ, റവന്യൂ മന്ത്രി ഇപ്പൊ ചെയ്തു പോകുന്ന ഇതേ പ്രവൃത്തി തുടർന്നാൽ അട്ടപ്പാടി ആദിവാസികളില്ലാത്ത ഒരു ലോകമുണ്ടാകും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 1 കൊല്ലമായി കാണുന്നത്
മൂലവെങ്കൽ വെച്ചപ്പതി വെള്ളകുളം എന്നത് നമ്മുടെ ചോളയൂരിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. അവിടത്തേക്ക് AK ബാലൻ വരുമ്പോഴേ ആദ്യമായിട്ട് ഒരു ബസ് KSRTC ബസ് ഓടി തുടങ്ങുന്നത്. അതുവരെ നടന്നു പോകുന്ന ഈ ആന നിന്നാൽ അവർ തിരിച്ചു പോവുകയും പിന്നീട് ആന പോയിട്ട് പോവുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഈ സ്ഥലങ്ങളിലെങ്ങും ഈ ആദിവാസി അല്ലാത്ത ഒരാളും ജീവിക്കുന്നില്ല. ആർക്കും ആധാർ കാർഡില്ല, ആർക്കും റേഷൻ കാർഡില്ല. പക്ഷേ ഭൂമിയെല്ലാം ആരുടെയോ കയ്യിലായി. ഇപ്പം അവരോട് ചെന്ന് പറയുന്നത്, ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിൽ നിങ്ങൾക്ക് 5 സെന്റ് ഭൂമി തരാം, കുറച്ച് പൈസയും തരാം, നിങ്ങൾ ഇവിടം വിട്ടു പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ടൗണിൽ പോയി താമസിച്ചൂടെ? ചില ആദിവാസി കുടുംബങ്ങൾ വിചാരിക്കും കുട്ടികളെ പഠിപ്പിക്കാം, നമുക്ക് ഇവിടം വിട്ടുപോകാം. ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഊരുകളെല്ലാം തന്നെ അവിടെ നിന്നും മാറ്റിമറിക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ നിന്നും അവരെ പിഴുതെറിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അട്ടപ്പാടിയിലെ ചില മേഖലകളിൽ നിന്ന് ആദിവാസികൾ ഇല്ലാതായാൽ അത് മറ്റ് ആളുകളുടെ ഒരു ആവാസ മേഖലയായി തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനവും നടക്കുന്നത്. പിന്നെ അട്ടപ്പാടിയിലെ ടൂറിസ വികസനം ആദിവാസികൾക്കെതിരാണ്. കാരണം വൻ റിസോർട്ടുകൾ വരുന്നു, ആ റിസോർട്ടുകളിലേക്ക് ആനകളെ ആകർഷിക്കാൻ ഉപ്പുചാക്ക് വയ്ക്കുന്നു. ആന വനത്തിൽ നിന്ന് ഉപ്പുകാറ്റ് കിട്ടിയിട്ട് റിസോർട്ടിലേക്ക് വരുന്നു. അപ്പോൾ റിസോർട്ടിലെത്തിയവർക്ക് ആനയെ കാണാം. തിരിച്ചു പോകുന്ന ആന എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആദിവാസിയെ ചവിട്ടിക്കൊന്നിട്ടാണ് മടങ്ങുന്നത്. കാരണം ഈ റിസോർട്ടിലെല്ലാം ഫെൻസിങ് ഉള്ളതുകൊണ്ട് റിസോർട്ടിനുള്ളിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ആദിവാസിയുടെ കൃഷിയിടം ചിലപ്പം നശിപ്പിക്കാം. പിന്നെ ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം ആനയെ ഒരു അപകടകാരിയായി കാണുന്നതുമില്ല. ഞാനിപ്പോൾ വട്ടലക്കിയിൽ ഒരാൾ പറഞ്ഞൊരു ഉദാഹരണം, ഈ കപ്പയില്ലേ, ചീനി, ഞങ്ങൾ ചീനി എന്നാ കപ്പ കൃഷി ചെയ്തു. രാത്രി ഒരു കൊമ്പൻ വരും, ഒരു 5 മൂട് കുലുക്കും, കഴിക്കും, പോവും. അപ്പം രാവിലെ ചെന്ന് ഈ ആദിവാസി കുലിക്കുമ്പോൾ ഒടിഞ്ഞ് ദൂരോട്ട് വീഴുന്ന ചില ചെറിയ കഷ്ണങ്ങൾ കാണാം. അത് കഴിക്കത്തില്ല. അത് ഈ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് കറി വയ്ക്കും. ഈ ഇവൻ കൃഷി ചെയ്ത മുഴുവൻ ചീനിയും ഈ കൊമ്പൻ തന്നെ തിന്നു തീർത്തു. ഇവര് ഒരു ദൈവികമായ ഒരു സ്നേഹമുള്ള മൃഗം ആണ് എന്നുള്ള നിലയിലാണ് ആനയെ കാണുന്നത്. ഞാൻ ചിത്രവേണി എന്ന് പറയുന്ന ഒരു ആദിവാസിയുടെ വീട്ടിൽ ഇന്നലെ വന്നായിരുന്നു ആന. വീട്ടിന്റെ മുന്നിൽ നിന്നിട്ട് പോയി. കുറച്ച് ബന്ധുവൊക്കെ വരുന്നത് പോലെ ആ രീതിയിലാണ്. ഇപ്പം സുധീർ, ആനകട്ടിയിലുള്ള സുധീർ പറഞ്ഞ് രാത്രി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വൈഫ് വിളിച്ചറിയ ഇപ്പം വരല്ലേ, ഫ്രണ്ടിൽ നിൽക്കുകയാണ്, അവനങ്ങ് പോട്ടെന്ന്. അപ്പൊ പുള്ളി ഇത്തിരി നേരം കാത്തു നിൽക്കും ഇവൻ പോവാൻ. അല്ലാതെ പിന്നെ ഈ കൊല ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ച് ചിലപ്പം പറയുന്നത്, മദ്യപിച്ച് വരുന്ന ആളുകളെ മദ്യം ആനയ്ക്ക് ഭയങ്കര ഇതാണ്. രണ്ടാമത് ഈ ആദിവാസികൾ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറാണ് ആനയെന്ന. എന്ന് വെച്ചാൽ വനത്തിൽ എവിടെ വാറ്റിയാലും ഇവൻ ചെല്ലും, കോട അടിച്ച് കഴിച്ചിട്ടേ ഇവൻ പോകും. അതുകൊണ്ട് ആദിവാസിക്ക് വാറ്റാൻ പറ്റത്തില്ല വനത്തിൽ. പെട്ടെന്ന് ആന കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഈ മല്ലീശ്വര ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ വന്നുപോയ ഒരു ആനയെ ആനക്കൂട്ടിലേക്ക് മാറ്റിയായിരുന്നു. അപ്പം ട്രൈബൽ ഓഫീസറോട് അവർ ആവശ്യപ്പെട്ടത്, ആനക്കൂട്ടി പോയി ആനയെ കാണാൻ ഞങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരണം. ട്രൈബൽ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തു. ഇവര് ആ നില മൃഗങ്ങളോട് ഇവർക്ക് ട്രൈബിന് അട്ടപ്പാടിയിൽ അത് എല്ലായിടത്തുള്ള, അത് വ്യത്യാസപ്പെടും, എന്നാലും ഇവർക്കൊരു പ്രകൃതിയോട് മൃഗങ്ങളോട് ഒക്കെ ഐക്യപ്പെട്ടു പോകുന്ന ഒരു സംസ്കാരം അവരുടെ റൂട്ടിൽ കിടപ്പുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെയാണല്ലോ അവർക്ക് ഭൂമിയായിട്ടുള്ള ബന്ധം. ഭൂമിയെ ഒരിക്കലും ഒരു ക്രയവിക്രയം കഴിയാനുള്ള ഒരു സാധനമായിട്ടോ ഒരു എസറ്റായിട്ടോ കാണാതെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ലാഭമുണ്ടാക്കി മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യമായിട്ടല്ലല്ലോ കാണുന്നത്. അതുകൂടിയല്ലേ, അതായത് ഈ ഭൂമിയെ രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ രേഖകൾ സൂക്ഷിക്കുക, അതിൻ്റെ അവകാശം സ്ഥാപിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലോ അവരുടെ സംസ്കാരത്തിലോ ഇല്ലാത്തത് കൊണ്ടുകൂടിയാണല്ലോ കയ്യേറ്റക്കാർക്ക് എളുപ്പത്തിൽ ഇവരുടെ ഭൂമി കയ്യേറാൻ കഴിയും. അതെ, ഞാൻ എൻ്റെ ഒരു 2 അനുഭവം പറയാം. ഒന്ന് സുധീറിന്റെ അമ്മയ്ക്ക് 75 സെന്റ് ഭൂമി പട്ടയം കിട്ടിയിരുന്നു. സുധീറിന്റെ 1-2 വയസ്സുള്ളപ്പം അമ്മ മരിച്ചുപോയി. പിന്നെ സുധീറിന് കളക്ടർ ദത്തെടുത്തിട്ട് ഈ പഠിപ്പിച്ച് പ്രീഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞ് സുധീർ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് തിരുവനന്തപുരത്ത് കിളിമാനൂർ ആ ഭാഗത്തോടെയായിരുന്നു താമസിക്കുക. ഒരു ദളിത് കുട്ടിയെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ പട്ടയത്തെക്കുറിച്ചുള്ള വിവരം കിട്ടി. ബന്ധുക്കളിൽ ആരോ ഇതിൻ്റെ കടലാസ് സംഘടിപ്പിച്ച് കൊടുത്തു. അപ്പം വില്ലേജ് ഓഫീസ് ചെന്നവൻ പറഞ്ഞു, എവിടാണെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ എന്നുള്ളതിൽ വില്ലേജ് ഓഫീസർ കൈയൊഴിഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഒരു അപേക്ഷ കൊടുക്കുക, എങ്ങനെ നമുക്ക് വാർത്ത കൊടുക്കാം. ഏത് വർഷമായിരുന്നു?
ഇതൊരു 6-7 വർഷമാവും. 2000 ഒരു 10 വർഷം കൂട്ടാം, 14-15 പീരീഡ് വരും. മാധ്യമത്തിൽ ബാക്ക് പേജിൽ സുധീറിന്റെ വൈഫും മുഖ്യമന്ത്രിയുടെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടെത്തി ഞങ്ങളുടെ ഓഫീസിന്റെ മുന്നിൽ തന്നെ നിന്ന് പടമെടുക്കുന്നു, പരാതി കൊടുക്കുന്നു. അപ്പം ഈ പത്രത്തിൽ വന്ന വാർത്ത വെട്ടിയെടുത്ത് ഫയലുണ്ടാക്കി എല്ലാ സർക്കാർ ഓഫീസിലും ഇതുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പത്രത്തിൽ വാർത്ത വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കളക്ടർക്ക് നിർദ്ദേശം പോയി എന്താണെന്ന് അന്വേഷിക്കാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരം ഒന്ന് ആദ്യം ഫയലിൽ എഴുതൂ. ഇത് വില്ലേജിൽ ചെന്നപ്പം ഇയാൾ അനങ്ങി. സുധീറിനെ വിളിച്ച് ജീപ്പ് എടുത്ത് സുധീറിനെയും കൂട്ടി ഈ സ്ഥലത്ത് ചെന്ന് 75 സെന്റ് ഭൂമി അളന്ന് റെഡിയാക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് 2 കുടുംബങ്ങൾ 5 സെന്റ് വീതം ആരോ അവർക്ക് വിറ്റു, അവർ വാങ്ങി വീട് വെച്ച് താമസിക്കുക. അപ്പോൾ സുധീർ എടുത്തൊരു തീരുമാനം, ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ആ 10 സെന്റ് എനിക്ക് വേണ്ട, 65 കിട്ടിയാൽ മതി. അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞത്, മറ്റൊരു മനുഷ്യനെ കുടിയിറക്കി എനിക്ക് ഭൂമി വേണ്ട എന്നാണ് സുധീറിൻ്റെ അവസ്ഥ. അതിനവനില്ല. എനിക്ക് 10 സെന്റ് പോയി. ഇപ്പം 10 സെന്റ് ഭൂമി ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ? ഈ 6.5 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന മല്ലീശ്വരി പറയാണ് 3.5 ഏക്കർ ആരും കയ്യേറിയിട്ടില്ല, അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. പക്ഷേ കയ്യേറിയവർ പറയുന്നത് എന്താ പറയുക, ഈ 3.5 ഏക്കറും കൂടി ഞങ്ങൾക്ക് വേണം, വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഇത് ആധുനിക മനുഷ്യനും ആദിവാസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അട്ടപ്പാടിയിലെത്തിയ കുടിയേറ്റക്കാരെല്ലാം ആദിവാസിയെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തി ഭൂമി ഉണ്ടാക്കിയവരാണ്. ആദിവാസി അതിനെ എതിർക്കാനൊന്നും പോയില്ല. 10 സെന്റ് ഉണ്ടെങ്കിൽ 5 സെന്റ് നിങ്ങളും ഒരു കട വെട്ടിക്കോ എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള ജനതയാണ്. അവരുടെ ദൗർബല്യത്തെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരെല്ലാം ചെയ്യുന്നതാണ്, രാഷ്ട്രീയക്കാരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ തുടരുന്ന ഒരു ആദിവാസി ജീവിതത്തിനിടയിലായിരുന്നല്ലോ 2001 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദിവാസികൾ കുടിൽകെട്ടി സമരം ആരംഭിച്ചതും അന്നത്തെ ആന്റണി സർക്കാർ അവരുമായി, പ്രത്യേകിച്ച് അന്നത്തെ നേതാവായിരുന്ന CK ജാനുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ പാസാക്കിയ പിസ നിയമം കേരളത്തിൽ നടപ്പിലാക്കും, അതിനുവേണ്ടി നടപടികൾ ആരംഭിക്കുന്നതായിരുന്നു. ഒരുപക്ഷെ അന്ന് കൊടുത്ത വാഗ്ദാനം പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിലെ ചില മേഖലകളിലെങ്കിലും ആദിവാസി മേഖലകളിലെ ചൂഷണം അവസാനിക്കുമായിരുന്നില്ലേ? അത് കുറച്ചുകൂടി നിരന്തരം സമരം ചെയ്യേണ്ടി വരുന്ന ജനതയ്ക്ക് സ്വയം പര്യാപ്തമായ ഒരു ജീവിതം കൊടുക്കാൻ അത് സാധിക്കുമായിരുന്നില്ലേ? അതിലും ഒരു വളരെ, ഞാൻ ആ 48 ദിവസം സെക്രട്ടേറിയറ്റിന്റെ സമരപ്പന്തലിൽ ഗീതാനന്ദനോടൊപ്പം അതിൽ സഹകരിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യം, ഈ പെസ നിയമം ആദ്യമായി കേൾക്കുന്നത് പോലും ഞാൻ എന്നെ പോലെയുള്ള ആളുകൾ. രസമെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിൽ ആദിവാസി മേഖലയിൽ ML പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഇടപെടൽ പണ്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ML പ്രസ്ഥാനങ്ങളും ഒന്നും 96-ൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഈ നിയമത്തെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല, ഇടതുപക്ഷവും അറിഞ്ഞിരുന്നില്ല. BRP ഭാസ്കരനും മൂന്തൻ സി മേനോനും മാത്രമാണ് കേരളത്തിൽ അന്ന് പെസയെക്കുറിച്ച് അറിയാവുന്ന 2 പേര്. ഈ CR ബിജോയ് എന്ന് പറയുന്ന ആദിവാസി സമരത്തിന് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ പെസ നിയമം ഉണ്ടാക്കുന്നതിൻ്റെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയും ആ പെസ നിയമം എന്താണെന്ന് വിശദീകരിക്കാൻ അറിയാവുന്ന അന്ന് മലയാളികളായ ഒരാളാണ്. അദ്ദേഹമാണ് അന്ന് ഒരു സെമിനാർ നടത്തുമ്പം സംസാരിക്കുന്നത്. പക്ഷെ ഈ ബിജോയ് ഉൾപ്പെടെ AK ആന്റണി വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ആന്റണിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കേരളത്തിൽ അത് തത്വത്തിൽ AK ആന്റണി അംഗീകരിച്ചു. പക്ഷെ ആന്റണി പിന്നീട് മുഖ്യമന്ത്രി അല്ലാതായി. പിന്നീട് കയറിയ ഗവൺമെന്റുകൾ ഒന്നും തന്നെ ഈ പെസ നിയമം പേപ്പറിൽ അംഗീകരിച്ചതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിരുന്നില്ല. ഒരു കത്ത് പോലും ട്രൈബൽ മന്ത്രാലയത്തിന് കൊടുത്തിരുന്നില്ല. നിൽപ്പ് സമരത്തിലാണ് ഈ ജാനു വീണ്ടും ഈ കാര്യം ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി. ഉമ്മൻചാണ്ടി ട്രൈബൽ മന്ത്രാലയത്തിന് കത്തെഴുതുന്നു. അതിനുശേഷം ട്രൈബൽ മന്ത്രാലയം വിവിധ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനെല്ലാം മറുപടി കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്. ഏറ്റവും അവസാനം കേന്ദ്രത്തിൽ നിന്ന് മടങ്ങി വന്നത് ഈ കോട്ടത്തറ വില്ലേജ് ഉണ്ടല്ലോ. കോട്ടത്തറ എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിലും അട്ടപ്പാടിയിലും ഉണ്ട്. ഇങ്ങനെ ഈ സ്ഥലനാമങ്ങളിൽ കാണുന്ന ഊരുകളുടെ ഇതുണ്ട്.
ഒരു വില്ലേജിലുള്ള അതേ പേര് ആലിമൂട്, മാവുമൂട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുപോലെ അതേപോലെ കുറേ പേരുകളുണ്ട്. ഇതെല്ലാം ചുവപ്പിന് ഇട്ടിട്ട് ഇത് ഒരു സ്ഥലമാണോ അതോ 2 വില്ലേജിൽപ്പെട്ട ഇങ്ങനെ കുറെ ക്വസ്റ്റ്യനിയറുമായി ക്ലാരിഫിക്കേഷന് എഴുതി വന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ മാറി. ഇടതുപക്ഷ സർക്കാർ ആ പേപ്പറുകളൊന്നും പിന്നീട് മറുപടി കൊടുത്തിട്ടില്ല, ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തിട്ടില്ല. ഇവർ ട്രൈബൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമിനെ അന്ന് നിയോഗിച്ചു. അവരുടെ യോഗം പോലും ചേർന്നിട്ടില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ താല്പര്യമില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇതിൽ തത്വത്തിൽ താല്പര്യമില്ല. ജനകീയാസൂത്രണം നടപ്പാക്കിയ തോമസ് ഐസക്കിനും ഇതിൽ താല്പര്യമില്ല. AKG സെന്ററിൽ നടത്തുന്ന പഠന കോൺഗ്രസിൽ ഇതൊരു വിഷയമായി എപ്പോഴും വയ്ക്കാറുണ്ട്. സെമിനാർ ചർച്ചയും പോവും. സത്യം പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ ഫണ്ട് SC/STക്ക് നീക്കി വെക്കുന്ന, പ്രത്യേകിച്ച് ഈ പെസ നടപ്പാക്കുമ്പോൾ STക്ക് നീക്കി വെക്കുന്ന, പട്ടികവർഗത്തിന് നീക്കി വെക്കുന്ന ഫണ്ട് പ്രത്യേക പഞ്ചായത്ത് രൂപീകരിച്ച് ആ പഞ്ചായത്തിലൂടെ നടപ്പാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഫണ്ട് വകമാറ്റാൻ പറ്റാതെ വരും. അത് വലിയ ഗണ്യമായ സംഖ്യ ട്രൈബൽ പഞ്ചായത്ത് രൂപം കൊള്ളും. ഈ പെസ നിയമം നടപ്പാക്കിയാൽ ട്രൈബൽസിന് പ്രത്യേക പഞ്ചായത്ത് വരും. അപ്പം ആ പഞ്ചായത്തിലൂടെ നടപ്പാക്കേണ്ടി വരും. അവരുടെ ഫണ്ട് അവരുടെ ഗ്രാമസഭ പറയുന്ന കാര്യത്തിന് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യം രൂപം കൊള്ളുന്നത് ഗ്രാമങ്ങൾ. ആ ജനാധിപത്യം ഗ്രാമസഭയിലെത്തും. ആദിവാസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ലെവലിലേക്ക് അത് മാറാം. അപ്പോൾ ഈ 5th ഷെഡ്യൂൾ ഏരിയയിൽ അവരുടെ ഗ്രാമസഭയ്ക്ക് പവർ കിട്ടും എന്ന് ഒരുപക്ഷെ പാർട്ടിക്ക് ആ പവർ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ CPMലേക്ക് ആദിവാസികളെല്ലാം വന്നാൽ ഗ്രാമസഭ അവർക്ക് പിടിച്ചെടുക്കാം. അതുപോലും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. പഞ്ചായത്തി രാജിന്റെ ഭാഗമായി നടപ്പാക്കേണ്ട പെസ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന് താല്പര്യമില്ല. ഇടതുപക്ഷം അതുകൊണ്ട് എങ്ങനെ പെസ നടപ്പാക്കാതിരിക്കാം? ഇതിനൊരു കാരണം 99 നിയമം ഏറ്റവും അവസാനം സുപ്രീം കോടതിയിലെത്തിയപ്പം കോടതി ചോദിച്ചത് അട്ടപ്പാടി പെസ മേഖലയാണെന്നാണ്. ആയിരുന്നെങ്കിൽ അട്ടപ്പാടി അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേനും. പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഈ അട്ടപ്പാടിയിൽ കൊടുത്തേക്കുന്ന കോടികൾ എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ കുടുംബശ്രീ ആവുന്നു. ഈ ആഹാരം നൽകുന്നത് ഇവരുടെ ക്ഷേമപ്രവർത്തനത്തിന് അനുവദിക്കുന്ന വലിയൊരു ഫണ്ട് പോകുന്ന കുടുംബശ്രീയിലേക്കാണ്. ഏതെങ്കിലും ഫണ്ട് ഇവരുടെ ജീവിതത്തിന് ഉപകരിക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം കാർഷിക മേഖലയില്ല, അവരുടെ സ്വയം പര്യാപ്തത ഉറപ്പിക്കാനൊന്നുമില്ല. അങ്ങനെ അട്ടപ്പാടിയിലെ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടിയാലും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയാലും അതെല്ലാം പോകുന്നത് വിവിധ സർക്കാർ ഏജൻസികളിലേക്കാണ്. ഫണ്ട് അടിച്ചു മാറ്റുന്ന ഒരു വലിയ വിഭാഗം അട്ടപ്പാടിയിലുണ്ട്. പെസ നിയമം വന്നാൽ അതുണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 1.5 കോടിയോ 2 കോടിയോ സ്വയം തൊഴിലിന് നീക്കി വെച്ചായിരുന്നു. ഒരു അപ്പാരൽ പാർക്ക് അഗളിയിൽ തുടങ്ങി 100 തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ട് തയ്യൽ നമ്മുടെ കുട്ടികൾക്കുള്ള യൂണിഫോം ഒക്കെ ആദിവാസി സ്ത്രീകളെ തയ്യൽ പഠിപ്പിച്ചിട്ട് പരിശീലനം നടത്തിയിട്ട് ചെയ്യാനൊക്കെ സർക്കാർ സംവിധാനം ചെയ്യുന്നു. അതിൽ ഏതാണ്ട് 95 മെഷീനും കേടായിപ്പോയി. ഒരു തൊഴിൽ കേന്ദ്രമാണ് അവിടെ, അത് അഗളിയിലുണ്ട്. ഒരു 4-5 മെഷീൻ മാത്രമേ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ആദിവാസികൾ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അട്ടപ്പാടിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനവും മുന്നോട്ട് പോയിട്ടില്ല. ഇത് തകർക്കുന്നത് ആരാ? ആദിവാസികളല്ലല്ലോ. ആദിവാസികൾ അവരുടെ സ്ഥാപനം തകർക്കാൻ അവർക്ക് അധികാരമില്ല, ഒന്നുമില്ല. കൃഷി മില്ലറ്റ് പദ്ധതി തകർന്നു പോയത് ആരാ? കൃഷി വകുപ്പ് തന്നെയാണ് തകർത്തത്, അല്ലാതെ ആദിവാസികൾ തകർത്തിട്ടില്ല. അവർ കൃഷി ചെയ്യുന്നവർ പണ്ടേക്ക് ഇപ്പോൾ ഒരു ആദിവാസി കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വടക്ക് സൈഡിൽ മില്ലറ്റ് പദ്ധതി എന്ന് വയ്ക്കും, തെക്ക് സൈഡിൽ കുടുംബശ്രീ പദ്ധതി എന്ന് വയ്ക്കും, ഇനി കിഴക്ക് സൈഡിൽ തണൽ പദ്ധതി എന്ന് വയ്ക്കും. അങ്ങനെ 4 സൈഡിൽ 4 ബോർഡ് വെച്ചിട്ട് 1000 1500 ആദിവാസിക്ക് കൊടുക്കും. അവൻ വാങ്ങും. അവന് ഈ ബോർഡ് ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ അവിടെ വന്ന ഹാർട്സ് പോലത്തെ പ്രോജക്റ്റുകൾ ഒരിക്കലും തന്നെ ആദിവാസിയുടെ സ്വയംഭരണമോ അവരുടെ ഒരു ശാക്തീകരണമോ ലക്ഷ്യം വെച്ചതും ഇല്ലല്ലോ. അല്ല, അത് ഉള്ളി വീട് നിർമ്മാണമായിരുന്നു, പിന്നെ തടയണകളായിരുന്നു, പിന്നീട് പാലം റോഡ് സംവിധാനമായിരുന്നു, നിർമ്മാണ പ്രവർത്തനമാണ് ഹാർട്സ് നടത്തിയത്. അതല്ലാതെ ആദിവാസി, അത് മാത്രമല്ല ഹാർട്സ് ചെയ്തൊരു ദ്രോഹം, ആദിവാസി ഊരുകൾക്ക് വളരെ അകലെ ഒരു കോളനി ഉണ്ടാക്കി, കോൺക്രീറ്റ് കോളനി ഉണ്ടാക്കി. എന്നിട്ട് ഇവർ എവിടെയാണോ കൃഷി ചെയ്ത് ജീവിച്ചോ അവിടുന്ന് ഈ കോളനിയിലേക്ക് മാറ്റി. അതാണ് ഇപ്പോൾ ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകാൻ ഒരു വലിയ കാരണം. അപ്പോൾ 5-10 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ട് ആ അടുത്ത പ്രദേശത്തിൽ ഇവർ ഈ ചാള എന്ന് പറയും ഒരു ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ട് കൃഷി ചെയ്തിരുന്നു.
ഈ കോൺക്രീറ്റ് വനം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ഈ കോൺക്രീറ്റ് വനത്തിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ 5 കിലോമീറ്റർ ദൂരെ പോകണം കൃഷിസ്ഥലം. അപ്പോൾ ഇവർ മെനക്കെട്ട് പോവാതാവുമല്ലോ, കൃഷി ഇല്ലാതാവും. ഫലത്തിൽ നെല്ലിപ്പതി എന്ന് പറയുന്ന ഒരു ഊരുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചത്. അവിടെ നല്ല വീടുകളാണ്. പി കെ ജയലക്ഷ്മിയും നമ്മുടെ KC ജോസഫും ഒക്കെ അവിടെ സന്ദർശിച്ചിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് നല്ല വീടുകളാ ആകാശ്. പക്ഷെ വീട്ടിൽ കുട്ടി മരിക്കാൻ കാരണം വരുമാനമില്ല, കൃഷിയില്ല, യാതൊന്നുമില്ല. അപ്പൊ ഈ വീടല്ല ആദിവാസിക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ പൊതുസമൂഹം വീട് വയ്ക്കുന്നത് എങ്ങനെയാ? നമ്മൾ ജോലി ചെയ്ത് നമ്മൾ തന്നെ എവിടെന്നെങ്കിലും വായ്പ എടുത്ത് എന്നിട്ട് നമ്മൾ കടം തിരിച്ചടച്ച് ആണല്ലോ. ട്രൈബിനും ഇത് ചെയ്താൽ മതി. ട്രൈബിന് വീട് കൊടുക്കേണ്ട സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്താൽ അവർ ബാങ്ക് വായ്പ എടുത്ത് വീട് വയ്ക്കില്ലേ? അതേസമയം വീട് വെച്ച് കൊടുക്കും, ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കില്ല. അപ്പം അവർക്ക് ജീവിക്കാനുള്ള സൗകര്യമാണ്. മറ്റേ ആറളം ഫാമിൽ ആയിരക്കണക്കിന് വീടാ വെച്ചേക്കുന്നു അല്ലേ, താമസിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ട്. ഈ വീടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകിച്ച് ഒരു നയം എന്ന് പറയുന്നത് ആദിവാസികൾക്ക് നേരത്തെ നിയമത്തിലുള്ള ഭൂമി അനുവദിച്ച് കൊടുക്കുന്നതിന് പകരം ലൈഫ് മിഷൻ പ്രോജക്റ്റ് പോലുള്ള ഭവന നിർമ്മാണ പദ്ധതികളിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ക്ഷേമ പരിപാടിയിലൂടെ ആദിവാസിയുടെ യഥാർത്ഥ അവകാശങ്ങൾ നിഷേധിക്കുകയും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ സർക്കാരിന്റെ ഒരു പ്രത്യേക നയമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അല്ലെ, കാർഷിക നയം എന്ന് പറയുന്നൊന്ന് ഈ സർക്കാരിനുണ്ടോ? കൃഷി വകുപ്പിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ കൃഷിഭവനുകൾ എന്നൊന്ന് കർഷകരെ അല്ലെങ്കിൽ ആദിവാസികൾ കൃഷി ചെയ്യുന്നവരെയോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയോ ഇല്ലാത്ത ഒന്നായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കൃഷിയെക്കുറിച്ച് വാചാലനാവാം മന്ത്രി, പക്ഷെ കേരളത്തിൽ കാർഷിക മേഖല ആ നിലയിൽ വികസിക്കുന്നതിന് വ്യക്തികൾ ചിലർ ചെയ്യുന്നുണ്ടാകും, സർക്കാർ നയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദിവാസി കർഷകരും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആദിവാസികൾക്കും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇപ്പം KP മോഹൻ്റെ കാലത്താണ് 18 നേഴ്സറി തുടങ്ങുന്നതിന് 9 സ്ത്രീകളെ 9 പുരുഷന്മാരെയും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ 2 ആഴ്ച പരിശീലനം കൊടുത്തു. പുതിയ വിത്തുകൾ ഇങ്ങനെ കവറിലിട്ട് ഇത് മുരിങ്ങ അങ്ങനെ ഏറ്റവും നല്ല ഉൽപ്പാദനമാണ്. ഇവർക്ക് 75,000 രൂപ നീക്കി വെച്ചു ഒരു നേഴ്സറി തുടങ്ങുന്ന ഒരു ആദിവാസിക്ക്. ഞാനത് ഫീൽഡിൽ പോയി തിരക്കിയിരുന്നു. 16 പേർക്കും 5 പൈസയും കിട്ടിയിട്ടില്ല. ഇത് പരിശീലനമൊക്കെ കിട്ടി വീട്ടിൽ പോയി. ചിത്രവേണി എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീ കൃഷിഭവനിൽ പോയിട്ട് കൃഷി ഓഫീസറേക്ക് പറഞ്ഞു, ഞാൻ പൈസ കിട്ടിയേ ഇനി വീട്ടിൽ പോകും. അവർ നേഴ്സറിക്ക് കവറൊക്കെ വാങ്ങി, കുറേ വിത്തൊക്കെ വാങ്ങി കുരിപ്പിച്ച് അവരാണ് 1000 ഏത്തവാഴ കൃഷി ചെയ്ത കളക്ടറൊക്കെ അവരുടെ ഏത്തവാഴ കൃഷി നടത്തിയെടുത്ത് പോയിരുന്നു. ഒരു പൈസ ഉള്ളത് കൊണ്ടല്ല, ഉള്ള പൈസ എടുത്തിട്ട് കൈയായി. അവരിപ്പം നേരിടുന്നത് കൂട്ടുകുടുംബത്തിൻ്റെ ഭൂമിയാണ്. എവിടെ നിന്നെങ്കിലും വായ്പ കിട്ടണമെങ്കിൽ സ്വന്തം നികുതി അടച്ച രസീത് വേണം, അതില്ല. അതുകൊണ്ടാണ് ചിത്രവേണിക്ക് കൃഷി തുടരാൻ കഴിയാത്ത. വായ്പ എടുക്കണ്ടേ? അവർക്ക് ആകെ ഗുണം ചെയ്തത് അവരുടെ ഭൂമിയിലൂടെ ഈ വാട്ടർ അതോറിറ്റിയുടെ അല്ല കൃഷി വകുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പ് കിടപ്പുണ്ട്. അത് അവരുടെ അച്ഛനോ മറ്റോ ഇതിലെ പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞുകൊണ്ട് ആ ഭൂമിയിലൂടെ കയറിപ്പോയി. അതുകൊണ്ട് വെള്ളം കിട്ടും. ഓസ് ഇട്ടിട്ട് ആ പറമ്പ് മുഴുവൻ വേനൽക്കാലത്ത് വെള്ളം അടിക്കാൻ കഴിയും. പുഴയിൽ നിന്ന് വരുന്ന വെള്ളം മോട്ടർ അടിച്ച് ഗവൺമെൻറ് പദ്ധതിയായിരുന്നു. അത് അവരുടെ ഭൂമിയിലൂടെ പോയത് കൊണ്ട് മാത്രം അവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയത്. അവർ നേരിടുന്ന പ്രശ്നം നികുതി അടച്ച രസീതില്ല എന്നുള്ള. ഇപ്പോഴും ലാൻഡ് റവന്യൂ കമ്മീഷണർ പോയി കണ്ടത് ചിത്രവേണിയാണ് അപേക്ഷ കൊടുത്തേക്കുന്നത്, എനിക്ക് ഞങ്ങളുടെ ഭൂമി ഭാഗം വെച്ച് ഭാഗപത്രം തയ്യാറാക്കി അടച്ചു തരണം, നികുതി അടച്ചു തരണം, ഞങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് ഫോർവേഡിങ് ചെയ്തു. ഞാൻ പറഞ്ഞത് ചിത്രവേണി പോയിരുന്ന് ഈ 75,000 രൂപയോ 50,000 രൂപ വാങ്ങി. ഞാൻ പോവില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ. പിന്നെ വേറൊരു സ്ത്രീക്കും കിട്ടി. അവരും ഇതേ കണക്ക് വന്ന് സമരം ഇരുന്നുകൊണ്ടാ. നിയമസഭയെ KP മോഹൻ പറഞ്ഞത് 18 പേർക്കും പൈസ കൊടുത്തു, സമ്പന്നമായ നേഴ്സറികൾ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ നേഴ്സറി ഉണ്ടായതിനെ കുറിച്ച് ആരും അന്വേഷിക്കില്ലല്ലോ. അപ്പൊ കടലാസിൽ ആരോ ഒപ്പിട്ട് ഈ കാശ് മുഴുവൻ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്രോജക്റ്റാ. പിന്നെ എല്ലാ വീട്ടിലും 3-4 ഒക്കെ ടാപ്പ് ഉണ്ട് കുടിവെള്ള പദ്ധതിയുടെ. ഓരോന്നും ഓരോ പദ്ധതിയായിരുന്നു. ഒന്നിലും വെള്ളം വന്നിട്ടില്ല. എല്ലായിടവും കോളനികളിൽ ഈ ടാപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവർക്ക് തന്നെ അറിയില്ല ഇത് ഏത് പദ്ധതിയാണെന്ന്. എല്ലായിടവും ടാപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് അട്ടപ്പാടിയുടെ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു വിജയാനന്ദൊക്കെ പലതവണ പറഞ്ഞു ഒരു സോഷ്യൽ ഓഡിറ്റ് അട്ടപ്പാടിയിൽ ഉണ്ടാവണം.
അത് ഈ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഇതുവരെ അത് അന്വേഷിച്ചിട്ടില്ല. ഭാവിയിൽ ഉണ്ടാകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ അട്ടപ്പാടിയിൽ ചെലവഴിക്കുന്ന തുകയ്ക്ക് ഒരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകണം. ആ സോഷ്യൽ ഓഡിറ്റിന് സർക്കാർ ഉദ്യോഗസ്ഥരല്ലാതെ അതിന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ കൂടി അതിൽ പങ്കെടുക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു കെ രമയ്ക്കൊക്കെ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിഞ്ഞേക്കാം. കാരണം ജനപ്രതിനിധികളൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായി അട്ടപ്പാടി നേരിടുന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന് അന്വേഷിക്കാം. ഇപ്പൊ ഏറ്റവും അടിയന്തരമായി ഉണ്ടാകേണ്ടത് അട്ടപ്പാടിയിൽ ഇപ്പം നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണമാണ്. ഇപ്പോൾ നിവേദിത പി ഹരൻ കേരളത്തില് ഈ ഹാരിസൺ മലയാളത്തിന്റെ കാര്യത്തിൽ നടത്തിയൊരു അന്വേഷണം ഉണ്ടല്ലോ, ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റത്തിൽ സംബന്ധിച്ച് നടത്തിയ അന്വേഷണം ഉണ്ടല്ലോ, അതുപോലെ ഒരു അന്വേഷണം സാധ്യമാണ് കേരളത്തിൽ. ഇപ്പോൾ നിവേദിത പി ഹരനെ അന്ന് നിയോഗിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നു. ആരോ പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടാണ് അന്ന് നിവേദിത പി ഹരൻ വരുന്നത്. അട്ടപ്പാടിയുടെ കാര്യത്തിലും അത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഉന്നതതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണം, സർക്കാർ അതിന് തയ്യാറാകണം. അപ്പോൾ മാത്രമേ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് മിനിമം നീതി കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു റിപ്പോർട്ട് ആ നിലയിൽ വരികയാണെങ്കിൽ സർക്കാരിന് തുടർന്ന് നടപടി. ഇപ്പോൾ കാറ്റാടിയുടെ കാര്യത്തിൽ ഏതായാലും അവരുടെ ബ്രേക്ക് ആയല്ലോ, ഇത്രയും കയ്യേറി എന്നത് പുറത്തു വന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തെ കയ്യേറ്റം സംബന്ധിച്ച ഗൗരവമായ അന്വേഷണം നടത്തണം. സർക്കാർ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടത്തി ഇത് പരിഹരിക്കാനുള്ള ശ്രമത്തില്ല. ഡിജിറ്റൽ സർവേയുടെ ഒരു അപകടം സർവേയിൽ ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞു, പഴയ രേഖകളൊന്നും പരിശോധിക്കത്തില്ല. ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മുഴുവൻ വ്യാജരേഖയ്ക്കും നികുതി അടച്ചു കൊടുക്കാനാണ് ഈ ഡിജിറ്റൽ സർവേ സഹായകമാകുക. ഇത് നമ്മുടെ പട്ടികവർഗ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നടത്തരുത് എന്നാണ് അദ്ദേഹം, നിർത്തിവെച്ചിട്ട് ആദിവാസി ഭൂമി അളന്നു കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് പരിഗണനയിൽ അതില്ല. ആ റിപ്പോർട്ട് ഗവൺമെന്റ് മൂടിവെക്കുകയാണ്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് മൂടിവെക്കുകയാണ്. റവന്യൂ മന്ത്രി ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. അദ്ദേഹം ആദിവാസികളോടൊപ്പം അല്ല, നീതിയോടൊപ്പമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് റവന്യൂ വകുപ്പും റവന്യൂ മന്ത്രിയും വിചാരിച്ചാൽ അട്ടപ്പാടിയിൽ വലിയ മാറ്റം ഉണ്ടാവും. റവന്യൂ വകുപ്പും റവന്യൂ മന്ത്രിയുമാണ് പ്രാഥമികമായി കേരളത്തിൽ ആദിവാസിക്ക് എതിരായി നിൽക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അവസാനം ഒരു ചോദ്യം കൂടി. ഹാരിസൺ രേഖയില്ലാത്ത ജന്മി എന്നുള്ളൊരു പുസ്തകം സുനിലേട്ടൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു വശത്ത് ലക്ഷക്കണക്കിന് ഏക്കർ കൈവശം വെക്കുന്ന ഇന്ത്യയിലുള്ളതും പുറത്തുള്ളതുമായ തോട്ടം കമ്പനികൾ, മറുവശത്ത് ആദിവാസി ഭൂമി കയ്യേറുന്ന അല്ലെങ്കിൽ ജന്മിത്വ വ്യവസ്ഥ തുടരുന്ന മറ്റൊരു ഭൂമാഫിയ സംഘം, ഇതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനം നിരന്തരം പ്രവർത്തിക്കുന്നു. ഇതിനിടയിലാണ് ആദിവാസികൾ പലയിടങ്ങളിലായിട്ട്, ഭൂരഹിതരായ ആദിവാസികൾ സമരം ചെയ്യുന്നത്. ശരിക്കും ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ, വിദേശ കമ്പനികളിൽ നിന്നും ഭൂമി തിരിച്ചുപിടിക്കാനുള്ള വളരെ ശക്തമായ നിയമനിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ആദിവാസികൾക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതിൽ 1950-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഒരു 70 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു അകലം ഇതിനകത്തുണ്ട്. അന്ന് NC ശേഖർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്, MBA ഒക്കെ ആയി. EMS അവരുടെ എല്ലാം അന്വേഷണം കേരളത്തിലെ ഭൂബന്ധങ്ങൾ എങ്ങനെയാണ്, ജന്മിത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കാർഷിക ഗ്രാമങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് അവർ മണ്ണിൽ നിന്നിട്ടാണ് എല്ലാ അന്വേഷണവും നടത്തിയിരുന്നത്. അവർ കർഷകരോടൊപ്പമായിരുന്നു, കർഷക തൊഴിലാളികളോടൊപ്പമായിരുന്നു. അവരുടെ ജീവിതം വെച്ചിട്ടാണ് അന്ന് അന്വേഷണങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരുന്നത്. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം എങ്ങനെ ആവിഷ്കരിക്കണം എന്ന് അന്വേഷിക്കുകയും, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ള അത്ഭുത പ്രതിഭാസമാണ് ഗൗരിയമ്മ. നമ്മൾ EMS ബുദ്ധിജീവിയാണ് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മയുടെ നിയമസഭയിലെ മറുപടികളും നിയമസഭയിലെ ബില്ലവതരണവും എല്ലാം നമ്മൾ പരിശോധിച്ചാൽ A to Z അറിയാമായിരുന്നു. അത് PA എഴുതി കൊടുക്കുന്നതല്ല. ഗൗരിയമ്മയ്ക്ക് കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തിൽ, നിയമനിർമ്മാണത്തിൽ ഉള്ള പങ്ക് വേറൊരാൾക്കുമില്ല. അത് നമുക്ക് അത് കമ്മിറ്റി ആയിരുന്നു, കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറയാം. അതിൻ്റെ ഡ്രാഫ്റ്റ് ആയാലും അത് നിയമസഭയിൽ അവതരിപ്പിച്ച് അത് ഒരു ജനാധിപത്യവൽക്കരണമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആദിവാസിക്കെതിരായി ബില്ല് വരുമ്പോൾ ഗൗരിയമ്മ ശക്തമായി എതിർക്കുന്നത്. അത് ഗൗരിയമ്മയുടെ ഒരു പക്ഷമായിരുന്നു, അത് ഏറ്റവും കീഴാള പക്ഷമായിരുന്നു. ഗൗരിയമ്മ 70-ക്ക് ശേഷം
റവന്യൂ മന്ത്രിയേ ആയിട്ടില്ല. റവന്യൂ വകുപ്പ് CPI ആണ് കൈകാര്യം ചെയ്തിരുന്നത്. നമ്മൾ കാണേണ്ടത് CPIക്ക് ഒരു ചന്ദ്രശേഖരൻ വരുന്നുണ്ട്. കാസർഗോഡ് ചന്ദ്രശേഖരനല്ല, മറ്റേ ആ ചന്ദ്രശേഖരൻ അന്നത്തെ പഴയ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു തുടർച്ച ഉണ്ടാവാന്നാണ്. നമ്മൾ CPIയിൽ റവന്യൂ മന്ത്രിമാർ ആരും തന്നെ റവന്യൂ നിയമങ്ങളെ കുറിച്ച് ഗൗരവമായ അറിവുള്ളവരല്ല. അവരുടെ PAമാർ അതിനേക്കാൾ മോശം ആളുകളാണ്. നമുക്കല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപക്ഷെ CPM റവന്യൂ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗൗരവപൂർവ്വം CPMനുള്ളിൽ ചർച്ച നടന്നേക്കാം എന്ന് തോന്നുന്നു. ഇത് CPIക്ക് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക, മുന്നണി എന്ന നിലയിൽ. അപ്പോൾ റവന്യൂ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ വളരെ അശക്തന്മാരാണ്. ഞാൻ ഈ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഹാരിസന്റെ കാര്യത്തിൽ നിവേദിത പീഹറിന്റെ റിപ്പോർട്ട് വന്നു, രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട് വന്നു. നിയമനിർമ്മാണത്തിലൂടെ ഭൂമി ഏറ്റെടുക്കാം എന്ന് രാജമാണിക്യം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ റവന്യൂവിലെ ഉദ്യോഗസ്ഥര് നിയമനിർമ്മാണത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ പൊളിറ്റിക്കൽ തീരുമാനമില്ല. പണ്ട് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ തീരുമാനമുണ്ട്, ഉദ്യോഗസ്ഥ മേധാവികൾ അനുകൂലമല്ല. ഇപ്പൊ ഉദ്യോഗസ്ഥ മേധാവികൾ കുറെ ആളുകൾ ഈ പുതിയ IASകാരൊക്കെ വളരെ മിലിറ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. മിലിറ്റന്റ് എന്ന് ഞാൻ പറഞ്ഞത് വളരെ നല്ല സമൂഹത്തിൽ നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കപ്പെടുന്നവരാണ്. നമ്മൾ ഒരു കാര്യം കാണേണ്ടത് 1970 ശേഷം, അച്യുതമേനോന് ശേഷം കേരളത്തിൽ വിദേശ തോട്ടം ഉണ്ട് എന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? നിവേദിത പീഹരനാണ് അതിനെ ബ്രേക്ക് ചെയ്തത്. കേരളത്തിന്റെ ഭൂപരിഷ്കരണത്തിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് കേരളത്തോട് പറഞ്ഞത് ആദ്യമായി നിവേദിത പീഹരൻ. അവര് ഒറീസക്കാരിയാണ്. ഇതിനു വേണ്ടി കോടതിയിൽ ഹാജരായതാകട്ടെ കർണാടകക്കാരിയായ സുശീല ഭട്ടാണ്. 2 സ്ത്രീകളാണ് കേരള ചരിത്രത്തിലെ ഭൂബന്ധത്തിൽ ഇങ്ങനെ ഒരു വലിയ അട്ടിമറി നടന്നതെന്ന് കേരളത്തോട് പറഞ്ഞ 2 സ്ത്രീകൾ. അവരൊരു നാഴികക്കല്ല് തന്നെയാണ് ആ നിലയിൽ. തമിഴ്നാട്ടുകാരനായ രാജമാണിക്യമാണ് കേരളത്തിൽ വന്നിട്ട് റിപ്പോർട്ട് നൽകുന്നത്. ഇവരാരും മലയാളികളല്ല. നിവേദിത പീഹരൻ ഇടുക്കിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പം കയ്യേറ്റത്തിന്റെ എനിക്കൊന്ന് മറ്റേ കുറിഞ്ഞി വട്ടവട അതാന്ന് തോന്നുന്നു. ആ റിപ്പോർട്ടിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ദേവികുളം സബ് കളക്ടറായിട്ട് ഒരു മലയാളിയെ വയ്ക്കരുതെന്ന്. എന്നു വെച്ചാൽ മലയാളി സ്വാധീനത്തിന് വഴങ്ങും, കയ്യേറ്റത്തിന് വഴങ്ങും. അതുകൊണ്ട് മലയാളി അല്ലാത്ത ഒരാളിനെ ഈ ദേവികുളത്തെ ഇരുത്താവുന്നു. പക്ഷേ ശ്രീരാം വെങ്കിട്ടരാമൻ അതും തിരുത്തി. ശ്രീരാം വെങ്കിട്ടരാമൻ ഒരു മാധ്യമ പ്രവർത്തകനെ കാറടിച്ചു കൊന്ന ഇഷ്യൂയിൽ നമ്മൾ അദ്ദേഹത്തിന് എതിർചേരിയിൽ നിൽക്കുമ്പോഴും കേരളം കണ്ട ഏറ്റവും മികച്ച IAS ഓഫീസറിൽ ഒരാളാണ് ശ്രീരാം വെങ്കിട്ടരാമൻ റവന്യൂവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ദേവികുളത്തിരുന്ന് അദ്ദേഹം ചെയ്ത പ്രവർത്തനം അതാണ് ഇപ്പോഴും അലകളുണ്ടാകും. അദ്ദേഹത്തിന് ശേഷം വന്ന രേണുരാജാണ് മുഖ്യമന്ത്രി പറഞ്ഞു ജോയ്സ് ജോർജിന് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി പാലക്കൽ ജോർജിൽ നിന്ന് കിട്ടിയ ഭൂമിയാണെന്ന്. അടുത്ത ആഴ്ച രേണുരാജ് മുഴുവൻ പട്ടയവും റദ്ദ് ചെയ്തു. കാരണം അത് വ്യാജമാണ്. അപ്പം അങ്ങനെയുള്ള IAS ഉദ്യോഗസ്ഥരും കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നിവേദിത പീഹരൻ, സുശീല ഭട്ട്, രാജമാണിക്യം ഇങ്ങനെ വന്ന IAS ഉദ്യോഗസ്ഥരുടെ ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു വിശ്വാൾ. അവർ ഒറീസക്കാരിയാണ്. അവര് ശക്തമായ ഇടപെടൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ നിശബ്ദമാണ്. കൗശികൻ ലാൻഡ് റവന്യൂ കമ്മീഷൻ, അദ്ദേഹവും കർണാടകക്കാരനാണ്, മലയാളിയല്ല. അദ്ദേഹവും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് ഈ അവസാനം വയനാട്ടിൽ ദുരന്തത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പണം കൊടുത്ത് ഏറ്റെടുക്കാമെന്ന് AGയോട് സമ്മതിക്കുമ്പോഴും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദിച്ചൊരു ചോദ്യം, സർക്കാരിന്റെ ഭൂമി സർക്കാർ എന്തിന് കാശ് കൊടുത്ത് ഏറ്റെടുക്കുന്നു എന്നാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദിച്ചതാണ്. അത്തരം ഒരു ചോദ്യം ഉയർത്താൻ, അത് ചെറുവള്ളിയുടെ കാര്യത്തിലാണ് അവർ ചോദിച്ചത്. ഈ വയനാടിന്റെ കാര്യത്തിലും പൈസ കൊടുക്കരുത് എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ ചർച്ചകളിൽ ഈ 2 പേരും, ലാൻഡ് റവന്യൂ കമ്മീഷണറും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉന്നയിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വമാണ് 47 എത്രയാ കോടി കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. 40 കോടിയും 17 ആണെന്നു. അപ്പോൾ ആ കോടി കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കും, ഉദ്യോഗസ്ഥർ തയ്യാറല്ല. പൊളിറ്റിക്കൽ നേതൃത്വം എസ്റ്റേറ്റ് ഉടമകളുമായി സന്ധി ചെയ്യുകയാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂവുടമകളുമായി പൊളിറ്റിക്കൽ നേതൃത്വം സന്ധി ചെയ്യുന്നു, ഉദ്യോഗസ്ഥരെതിരായി നിൽക്കുന്നു. ഇപ്പോൾ സിവിൽ കോടതിയിൽ കേസ് കൊടുത്ത ഉദ്യോഗസ്ഥരുടെ താല്പര്യം കൊണ്ടാണ്.
സർക്കാരിന്റെ താല്പര്യം, സർക്കാർ സിവിൽ കോടതിയിൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ എൽസ്റ്റന്റെ കേസ് കോടതിയിൽ എത്തുമായിരുന്നു. പക്ഷേ കോടതിയിൽ എത്താത്തത് പൊളിറ്റിക്കൽ നേതൃത്വം വളരെ ശക്തമായി ഇത് ഇടപെടുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. പീരുമേട് MLA ഉണ്ടല്ലോ, അതേ CPIയുടെ MLA, അദ്ദേഹത്തിന്റെ പേര് വാഴൂർ സോമൻ, കഴിഞ്ഞ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു. എസ്റ്റേറ്റുകൾ തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് നികുതി അടയ്ക്കാനും വായ്പ എടുക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഇപ്പോൾ അദ്ദേഹം റവന്യൂ വകുപ്പിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ എസ്റ്റേറ്റുകൾക്ക് ഉടമസ്ഥത കൊടുക്കണമെന്ന്. വിദേശത്തോട്ടം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എങ്കിൽ എസ്റ്റേറ്റുകളെല്ലാം അപകടത്തിലാവുമെന്ന്. സിവിൽ കേസ് പിൻവലിക്കുകയും വേണം. കേരളത്തിൽ ഒരു MLA ആവശ്യപ്പെടുക, അത് CPIയുടെ ഒരു MLA ആവശ്യപ്പെടുകയാണ് ഇതെല്ലാം പിൻവലിച്ച് അവർക്ക് ഉടമസ്ഥത കൊടുക്കണമെന്ന്. സർക്കാരിന് രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളി പറഞ്ഞിട്ടില്ല അല്ലേ? സർക്കാർ അംഗീകരിച്ചു. കാരണം രാജമാണിക്യം റിപ്പോർട്ട് തള്ളിക്കളയാൻ ഒരു സർക്കാരിനും കഴിയില്ല. പക്ഷേ ആ തീരുമാനമെടുക്കാൻ, നിയമനിർമ്മാണത്തിന് തീരുമാനമെടുക്കാൻ പൊളിറ്റിക്കലായ ഒരു നിലപാട് വേണം. ആ പൊളിറ്റിക്കൽ നിലപാട് ഇടതുപക്ഷത്തിനില്ല. വലതുപക്ഷത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രകടന പത്രികയിൽ, UDFന്റെ പ്രകടന പത്രികയിൽ നിയമനിർമ്മാണം നടത്തുമെന്നവർ എഴുതി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് VD സതീശനിലൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ എന്ന് പറയുന്നു. നിയമസഭയിൽ ഹാരിസൺ വിഷയം ആദ്യത്തെ സബ്മിഷൻ വരുന്ന VD സതീശൻ്റെതാണ്. അവർ ഉറച്ചു നിൽക്കണമെന്നില്ല, എസ്റ്റേറ്റ് ഉടമകളുമായി സന്ധി ചെയ്തേക്കാം. പക്ഷെ ഇടതുപക്ഷം എസ്റ്റേറ്റ് ഉടമകളുടെ പക്ഷത്തായി എന്നതാണ്. ഈ 10 വർഷമായിട്ടും ഇത് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ഇന്നുവരെ ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ നയപരമായി ഇടതുപക്ഷം ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവർ അടിസ്ഥാനപരമായി ഭൂരഹിതരോടല്ല, ആദിവാസികളോടല്ല, അതേപോലെ തന്നെ ദളിതരോടുമല്ല. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പുതിയൊരു പരിവർത്തനം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല. അവരൊരു പുതിയ വികസന ലോകത്താണ്. ഈ നമ്മുടെ ഇപ്പം പ്രഭാത് പട്നായിക് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട്, തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞത് ബദൽ വികസനം വേണം, കയറ്റുമതി ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം എന്നാണ്. ഇവിടെ നോർക്ക വഴി മനുഷ്യനെ കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം, ഔദ്യോഗികമായി സർക്കാർ തന്നെ നഴ്സുമാരെ കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അപ്പോഴാണ് പ്രഭാത് പട്നായിക് എന്ന് പറയുന്നത് സാമ്രാജ്യത്തിനെതിരെ, പുതിയ മുതലാളിത്തത്തിനെതിരെ നമുക്ക് പ്രതിരോധം എന്നത് കയറ്റുമതി കേന്ദ്രീകൃതമായിരിക്കരുത്, സ്വാശ്രയത്തിൽ ഊന്നിയുള്ള ഒരു വികസനമായിരിക്കണമെന്ന് അദ്ദേഹം പാർട്ടിക്കാരെ തന്നെ പഠിപ്പിക്കുന്നു. പക്ഷെ പാർട്ടിക്കാരുടെ ചിന്ത മറിച്ചാണ്. അതുകൊണ്ട് ആദിവാസി മാത്രമല്ല, എല്ലാ സമൂഹം, തദ്ദേശീയരായ എല്ലാ ദരിദ്രർക്കുമെതിരായ ഒരു നീക്കമാണ്. അതൊരു പുതിയ ഇടതുപക്ഷമാണ്. അത് ഇടതുപക്ഷമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ആദിവാസിക്ക് മാത്രം സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല. ആദ്യം തുടച്ചു നീക്കപ്പെടാൻ പോകുന്നത് ആദിവാസികളെന്നേ ഉള്ളൂ. ക്രമേണ മറ്റ് മേഖലകളിൽ ഇപ്പം ഈ ദുരന്തം ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ബാക്കി വികസന പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നത്, തുരങ്കപാതയെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലേ? ഇപ്പോൾ തുരങ്കപാത നടപ്പാക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പം അത് വയനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം എത്രമാത്രമാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം വയനാട് വലിയ പ്രതിസന്ധിയിലാണ്, ഉരുൾപൊട്ടൽ മേഖല എല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ ദുരന്തം ഇനിയും ഉണ്ടാകാം. ഗവൺമെന്റിന്റെ പരിസ്ഥിതി നയം ആ നിലയിലും ഉണ്ടായിട്ടില്ല. ഇപ്പം റോഡുകളുടെ കാര്യത്തിൽ ഇപ്പം വരുന്നത് പോലെ തന്നെയാണ് പറയാവുന്നത്. അതുകൊണ്ട് റവന്യൂ വകുപ്പ് വിചാരിച്ചാൽ മാത്രമേ അട്ടപ്പാടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, കേരളത്തിലെ ആദിവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഈ വിദേശ തോട്ടം മുഴുവൻ ഏറ്റെടുത്ത് ഇപ്പൊ ശ്രീലങ്ക ഇത് ചെയ്തു. ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന വിദേശത്തോട്ടം മുഴുവൻ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുത്തു. 50 ഏക്കർ വീതം ഓരോ ആളിനെയും ഏൽപ്പിച്ചു. അവർക്ക് അവിടെ വീട് വെച്ച് തോട്ടം പരിരക്ഷിച്ച് സമ്പദ്ഘടന വികസിപ്പിക്കാം. അപ്പൊ അത് സാധ്യമാണ്. തോട്ടം മുറിച്ച് വിൽക്കണ്ട എന്നേ ഉള്ളൂ. തോട്ടം ഒരു സൊസൈറ്റി ഉണ്ടാക്കിയോ, അതൊക്കെ അതിൽ അഴിമതി വന്നിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ അതിൽ സ്വകാര്യ ഉടമസ്ഥതയിലേക്കൊക്കെ എത്തിയാണെങ്കിൽ അത് വികസിപ്പിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ സൊസൈറ്റിയുടെ അഴിമതി വരാം. അതിന് പകരം വ്യക്തിപരമായ ആളുകളിലേക്ക് എത്തിയാണെങ്കിൽ, നിയമവ്യവസ്ഥയോട് എത്തിയാണെങ്കിൽ അതൊക്കെ സാധ്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ തോട്ടമായി തന്നെ നിലനിർത്തണമെന്നും ആലോചിക്കണം. റബ്ബറൊക്കെ വിലയില്ലാതായി തീരുന്ന കാലത്ത് മറ്റ് കൃഷിയിലേക്കാണ് സാധ്യതയെങ്കിൽ ആ കൃഷിയിലേക്കൊക്കെ പോകാവുന്നതാണ്. ഏതായാലും വിദേശ തോട്ടം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടികൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ഞാനിപ്പം തോമസ് ഐസക്കിന് ഹാരിസൺ പുസ്തകം കൊടുത്തായിരുന്നു, ഗോവിന്ദ മാഷ്ക്ക് പുസ്തകം കൊടുത്തായിരുന്നു, എസ് രാമേന്ദ്രൻ പിള്ള എൻ്റെ പുസ്തകം വാങ്ങിയായിരുന്നു, CP ജോൺ പുസ്തകം വിളിച്ച് വാങ്ങിയിരുന്നു, ചീഫ് സെക്രട്ടറി
വിജയാനന്ദ് പുസ്തകം വേണമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലേക്ക് വന്നപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് ഒരു പുസ്തകം വേണമെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അവിടെ ഇരിക്കുന്ന ജീവനക്കാർ പറഞ്ഞു പുസ്തകം വാങ്ങിച്ചാൽ ഫയൽ നോക്കണ്ട എന്ന് പറഞ്ഞു. നമ്മൾ ഏറെക്കുറെ അങ്ങനെ ഇത് എത്താത്ത ഇടമില്ല. പക്ഷെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ആ പുസ്തകത്തെ. അത് ആകെ ML ഗ്രൂപ്പുകളിൽ KN രാമേന്ദ്രന്റെ ഗ്രൂപ്പിന് മാത്രമാണ് ഈ പുസ്തകം മനസ്സിലായത്. വേറെ ഗ്രൂപ്പുകളൊന്നും തന്നെ ഈ പുസ്തകത്തെ ആ നിലയിൽ കാണുന്നില്ല. കാരണം അവരും എല്ലാം ഇതിൽ പ്രതിക്കൂട്ടിലാണല്ലോ. കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും പ്രതിക്കൂട്ടിലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 1970 ശേഷം ഇവരെല്ലാം മറന്നുപോയ ഒന്നാണ് ഈ വിദേശത്തോട്ടം. കാരണം ഇപ്പൊ ഗീതാനന്ദൻ പോലും മുത്തങ്ങയിൽ കയറാതെ ഹാരിസൺ എസ്റ്റേറ്റോ തിരുനെല്ലിയിൽ ഒരു രേഖയില്ലാത്ത ബ്രിട്ടീഷ് എസ്റ്റേറ്റ് കിടക്കുന്നു. തിരുനെല്ലിയിൽ പോയി കയറിയിരുന്നെങ്കിൽ ഈ മുത്തങ്ങ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. നിവേദ പീഹരൻ എന്ന് പറയുന്ന ഒരു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് മൂടിപ്പോയനം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിഞ്ഞു, അന്വേഷണത്തിന് അവര് കൊല്ലത്ത് സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നല്ലോ ഹാരിസന്റെ 1921 ആധാരത്തിന്റെ കോപ്പി ഉണ്ടായിരുന്നത്. അവര് വണ്ടിയിൽ അവിടെ വന്നു അതെടുത്തു ലോക്കറി വെച്ച് പൂട്ടിയേക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് കോപ്പി എടുത്തിട്ട്. കാരണം ആ രേഖ നഷ്ടപ്പെട്ടു പോയാൽ ഹാരിസൺ വ്യാജമായി ഉണ്ടാക്കി വെച്ചേക്കുന്ന രേഖ അനുസരിച്ച് ഭൂമി അവരുടേതാ. അവരുടെ നിവേദ പീഹരൻ എന്ന് പറയുന്ന ഒരു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വളരെ ശക്തമായ നിലപാട് കൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോഴും സർക്കാർ പറയുന്നത് അവരുടെ ഉടമസ്ഥയുണ്ട് എന്നാണ് നമ്മൾ സർക്കാരിൻ്റെ സ്വാഭാവികമായ സംഭാഷണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമല്ല, റവന്യൂ സെക്രട്ടറി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. അത് ഇപ്പോഴും റവന്യൂ വകുപ്പിലെ ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിൽ റവന്യൂ വകുപ്പിലൊക്കെ ഇരിക്കുന്ന സത്യസന്ധരായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വയനാട്ടിൽ കളക്ടർ ഓഫീസിൽ വലിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാണുള്ളതെന്ന് പറയുന്നു. ഒരു രക്ഷയില്ല. വയനാട് കളക്ടറേറ്റിലേക്ക് ഒരു കത്ത് കൊടുത്താലും ഒന്നും ഉണ്ടാവുന്നില്ല. പാലക്കാടിൻ്റെ സ്ഥിതിയും അതാണ്. പാലക്കാട് റവന്യൂ സെക്ഷനിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥർ ഈ അടിസ്ഥാന വിഭാഗത്തിനെതിരായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ അവിടുന്ന് വരുന്ന നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാതെ പോകുന്നത്. അട്ടപ്പാടിയിൽ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നത് വില്ലേജ് ഓഫീസർ തഹസീൽദാർ തലത്തിലാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ പാലക്കാട് കളക്ടർ എന്ത് ചെയ്യുന്നു അറിയാമോ? ഏത് കത്ത് വന്നാലും താഴോട്ട് കൊടുക്കും. വില്ലേജ് ഓഫീസറെ ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ വ്യാജരേഖ ഉണ്ടാക്കി ഒപ്പിട്ട് കൊടുത്ത സാധനം ഇതിനെതിരായി ഞാൻ റിപ്പോർട്ട് കൊടുക്കില്ലല്ലോ. ആ കളക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി അതാണ്. നേരിട്ട് അന്വേഷണം ഇല്ല. റവന്യൂ വകുപ്പിനും അത് ആ നിലയിൽ അല്ല നടക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ വില്ലേജ് ഓഫീസറും തഹസീൽദാരുമാണ് അട്ടപ്പാടിയിലെല്ലാം നിശ്ചയിക്കുന്നത്. അതിന് മേലിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ വെക്കണം. അട്ടപ്പാടിക്ക് മാത്രമായി ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ച് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ സർക്കാരിന് ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാം. ഒരു IAS സ്പെഷ്യൽ ഓഫീസറായി വെക്കുക, ഒരു 4-5 ജീവനക്കാരെയും വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അതിന് സർക്കാർ തയ്യാറല്ല. അത് എനിക്ക് തോന്നുന്നത് കോടതി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊണ്ടുവയ്ക്കേണ്ട ഒരു കാലം വന്നാലേ അത് പരിഹരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നല്ലതമ്പി ദേരയെ പോലെ ഒരാൾ ഈ നമ്മുടെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂലധന താല്പര്യങ്ങൾക്ക് മേലെ, സ്വജനപക്ഷപാതത്തിന് മേലെ നീതിയുടെ ശബ്ദം ഉയരാത്ത കാലത്തോളം ആദിവാസികൾക്കോ പുതിയ വികസന മാതൃകയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്കോ നീതി ലഭിക്കുകയില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്നത് കുറച്ചുകൂടി നീതിപൂർവമായ ഒരു 2ാം ഭൂപരിഷ്കരണ നിയമത്തിന് വേണ്ടിയായിരിക്കാം. ഒരുപാട് നന്ദി.